ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം സൈനുണ്ട്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ സൈനൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ നിങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ ഓർക്കുന്നേ ഇല്ല, ആ ഒരു വ്യക്തിനെ കണ്ടിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ടൊക്കെ കുറേ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഒക്കെ ആയി. എന്നിരുന്നാലും പെട്ടെന്നൊരു ദിവസം ആ ഒരു വ്യക്തിനെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയാണ്. ഒരു ദിവസം മാത്രമായിരിക്കില്ല, അടുപ്പിച്ചൊരു 3-4 ദിവസം കാണും. പിന്നെ വീണ്ടും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിനെ തന്നെ, അത് നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുകയോ അവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സൈന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പ്രസൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസ് പെട്ടെന്ന് ഫീൽ ആകാറുണ്ടോ? അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ പോകുന്ന വഴിയൊക്കെ നിങ്ങളുടെ ഒപ്പം നടക്കുന്നു തുടങ്ങി നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു വ്യക്തിനെ നിങ്ങളുടെ അടുത്തുള്ളതായിട്ട് തോന്നുകയാണ്. അതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് തുടങ്ങി ആര് വേണമെങ്കിലും ആകാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾ എപ്പോഴും അനുഭവിച്ച് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലാകുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഏഞ്ചൽ നമ്പേഴ്സ് ആണ്. അതായത് നിങ്ങൾ തുടർച്ചയായിട്ട് എവിടെയെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണാറുണ്ടോ? അതായത് ഈ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് 000 അല്ലെങ്കിൽ 111 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പർ. ഈ നമ്പറുകൾ നിങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ സ്ഥിരമായിട്ട് കാണാറുണ്ടോ? അതായത് നിങ്ങൾ എപ്പോഴും കാണും 000 999 തുടങ്ങി ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ നിങ്ങളെപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നെയിമാണ്. അതായത് പേര്. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് എപ്പോഴും തുടർച്ചയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ? അതായത് നിങ്ങളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണ്, ആ ഒരു ബുക്കിൽ ആ ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്, ഏതെങ്കിലും ഷോപ്പിൻ്റെ പേര് ആ ഒരു വ്യക്തിയുടെ, ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതേപോലെ കുറേ അധികം സൈനുണ്ട്. ഒരെണ്ണം കൂടി പറയാം. അതായത് ബട്ടർഫ്ലൈ ആണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാറുണ്ടോ? അതായത് നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ചിത്രശലഭങ്ങൾ പറക്കുന്ന പോലെ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പൂവിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുക തുടങ്ങി നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിത്രശലഭങ്ങളെ കാണാറുണ്ടോ? അങ്ങനെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിത്രശലഭങ്ങൾ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏകദേശം നമ്മളൊരു 5 സൈനോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതേപോലെ അനവധി സൈൻ വേറെയുമുണ്ട്.
അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടുക്കൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.